ഹായ് എവ്രി വൺ. അപ്പോൾ ഇന്ന് നവരാത്രി ഡേ 3 ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് എന്താണ് മെസ്സേജസ് നോക്കാം. നിങ്ങൾ കറൻറ്റ് ഫീലിങ്സ് ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ 5D മെസ്സേജസ്. 3Dയിൽ ചിലപ്പോൾ നിങ്ങളോട് പറയാത്ത കാര്യങ്ങൾ അവരുടെ 5D ഉദ്ദേശിക്കുന്ന സോൾ ലെവലിലുള്ള മെസ്സേജസ് അല്ലെങ്കിൽ അവരുടെ തോട്ട്സ് ആണ് ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കാരണം എനിക്ക് ഇന്നലെ കുറേ DMസിൻ്റെ ഒരു കളക്റ്റീവായിട്ടുള്ള ഇൻഫോർമേഷൻസ് വന്നിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് നോക്കുന്നത്. ഞാൻ ഇപ്പോൾ ഒരു 5 മിനിറ്റ് മുന്നേ ഇരുന്നിട്ട് എനിക്ക് ഇൻഡ്യൂറ്റീവ്ലി വന്ന കുറച്ച് മെസ്സേജസ് ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ അപ്പോൾ എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ്? ഓക്കെ, കാരണം ഹെവി എനർജി ആകുമ്പോൾ നമുക്ക് ആ ഒരു ഇത് വരും. ഒരു കാർഡ് നിൽക്കുന്നുണ്ട്, അത് നിങ്ങൾക്കുള്ള മെസ്സേജസ് ആണ്. ആദ്യം എല്ലാ കാർഡും എടുത്തതിന് ശേഷം ഞാൻ റീഡ് ചെയ്യാവുന്നതാണ്. നോക്കാം. യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽസാണ് കളക്റ്റീവായിട്ടുള്ള മെസ്സേജസ്. നിങ്ങളുടെ പേഴ്സൺ ഇത് കാണുന്നവർ സ്പിരിച്വൽ ജേർണിയിൽ പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ നോക്കാം. അല്ല, ഒരു സ്പിരിച്വൽ ജേർണിയിൽ ഇല്ല എന്നെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണർ ഉണ്ടെങ്കിൽ നോക്കാം. ഓക്കെ, സെപ്പറേഷനൊക്കെ ആയിട്ടവരാണെങ്കിൽ ഒന്നുകൂടിയും റെസനേറ്ററായിട്ട് വരും കേട്ടോ. ബിക്കോസ് ഈ ഒരു മാസം ഭയങ്കര റീയൂണിയൻ പോസിബിലിറ്റി ഉള്ള മാസമാണ്. നല്ല രീതിയിൽ ഹീലിംഗ് ഒക്കെ ചെയ്തവരാണെങ്കിൽ ഓക്കെ. ഡിവൈൻ ഫെമിനിൻസ് നന്നായിട്ട് ഹീൽ ചെയ്യുക. ഡിവൈൻ ഫെമിനിൻ എന്ന് തോന്നിയവർക്കാണെങ്കിൽ നിങ്ങൾക്കുള്ള ക്വാളിറ്റി എപ്പോഴും നിങ്ങളുടെ ഒരു ഫയർ ഉണ്ടായിരിക്കും. എന്ത് സിറ്റുവേഷൻസ് വന്നാലും എനിക്ക് തരണം ചെയ്യാൻ പറ്റും, എൻ്റെ കൂടെ ഡിവൈൻ്റെ പ്രസൻസ് ഉണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം എവിടുന്നുമില്ലാത്തൊരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കും. അതാണ് മെയിനായിട്ട് ഡിവൈൻ ഫാമിലിൻ്റെ എനർജി. എന്ത് വന്നാലും നേരിടാൻ സാധിക്കും. അവർ സത്യത്തിൻ്റെ മാർഗ്ഗത്തിലൂടെ പോകുള്ളൂ. നിങ്ങൾക്ക് വളരെ ലൈഫിൽ വളരെ ബാഡ് സിറ്റുവേഷൻസ് വന്നു, മേ ബി നിങ്ങളുടെ പാരൻസ് വരെ നിങ്ങളുടെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയി, നിങ്ങൾ അലോൺ ആയാൽ പോലും നിങ്ങൾ ഒരു മോശം ഹാബിറ്റ്സിലേക്കോ ഒരു മോശം കൂട്ടുകെട്ടുകളിലേക്കോ പോകില്ല. നിങ്ങൾ കൂടുതൽ നിങ്ങളെ ക്ലിയർ ചെയ്യാനും കൂടുതൽ ക്ലെൻസ് ചെയ്യാനും നിങ്ങളുടെ ആ ഒരു പ്യുവർ ജ്വല്ല് അത് കണ്ടുപിടിക്കാനാണ് നോക്കുക. അതാണ് ഡിവൈൻ ഫാമിലിൻ്റെ ഫസ്റ്റ് ക്യാരക്ടർ. അല്ലാതെ നിങ്ങൾ വേറെ എക്സ്ട്രാ മെറിറ്റലിലേക്ക് ഒന്നും പോകില്ല. നിങ്ങളുടെ പാത കൂടുതൽ വെട്ടി തെളിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അതാണ് ഡിവൈൻ ഫെമിനിൻസ്. അവരുടെ പാത സ്വന്തമായി വെട്ടി തെളിച്ച് വരും. കൂടെ ഡിവൈൻ്റെ ഗൈഡൻസസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഡിവൈൻ്റെ ഗൈഡൻസസ് ഡിവൈൻ്റെ ആ ഒരു ലോ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതാണ് മെയിനായിട്ട്. ആൻഡ് സ്പിരിച്വൽ ആയിരിക്കും. സ്പിരിച്വൽ ഉദ്ദേശിക്കുന്നത് കുറേ അമ്പലം അങ്ങനത്തെ അല്ല. മെഡിറ്റേഷൻ ചെയ്യുന്നത് അവരറിയാൻ വേണ്ടിയിട്ടും അവർക്ക് മനസ്സിലാവും ഞാൻ ഭൂമിയിലേക്ക് വന്നതിന് അതൊരു പർപ്പസ് ഉണ്ട് എന്ന്. ആ ഒരു പർപ്പസ് തേടി പോകുന്ന ഒരു ജേണിയാണ് ട്വിൻ ഫ്ലെയിംസ്. ശരിക്കും ട്വിൻ ഫ്ലെയിം, ഡിവൈൻ ഫാമിലി, ഡിവൈൻ മാസ്കുലിൻ എന്ന് പറയുന്ന 2 എനർജീസ് ഉണ്ട്. അപ്പോൾ ആദ്യം ആരാണോ അറിയുന്നത് ഡിവൈൻ ഫാമിലിൻസ് ആണ് മെയിൻലി അറിയാം. ഞാൻ ആദ്യം എൻ്റെ അറിഞ്ഞത് ഞാൻ ആയിരുന്നു സെപ്പറേഷൻ ഫേസിൽ. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ജേർണീനെ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാനാണ് നോക്കുക. ഞാൻ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ എൻ്റെ DMൻ്റെ സൈഡിലും ആ വ്യത്യാസം വരാറുണ്ട്. അതെനിക്ക് വരാറുണ്ട്, ആ ഒരു ചേഞ്ച് വരും. ഓക്കെ, നമ്മളിപ്പോൾ ഈ കണക്ഷൻസിന് ട്വിൻ ഫ്ലെയിം, റിയൽ ട്വിൻ ഫ്ലെയിംസ് കാണുന്നവരോടുള്ള മെസ്സേജസാണ്. നിങ്ങൾ റിയൽ ട്വിൻ ഫ്ലെയിംസ് ആണെങ്കിൽ പല സമയത്തും നിങ്ങൾക്ക് ഡൗട്ട് വരും. കാരണം 5Dയിലാണ് മിക്ക ചേഞ്ചസ് പെട്ടെന്ന് കാണുന്നത്, 3Dയിൽ പെട്ടെന്ന് കാണില്ല. ബിക്കോസ് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പോകുന്ന ജേർണിയാണ്. അപ്പോൾ ചില സമയത്ത് നമുക്ക് ക്വിറ്റ് ചെയ്യാൻ തോന്നും. നമ്മൾ ക്വിറ്റ് ചെയ്ത് പോകുമ്പോൾ DMs തിരിച്ചു വരുന്ന ഒരു ഇത് കാണാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇതൊരു ജേർണി, നിങ്ങളുടെ ജേർണിയാണ്. പക്ഷേ ഇപ്പോഴും കുറേ പേരൊക്കെ നോർമൽ റിലേഷൻഷിപ്പിന്, കാരണം ഈ ട്വിൻ ഫ്ലെയിംസ് എന്ന ടോപ്പിക്ക് വളരെ വലിയ യൂട്യൂബേഴ്സ് അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ കുറേ പേരിലേക്ക് എത്തുകയാണ്, മിസ് ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യണം. അപ്പോൾ കുറേ പേര് ഞാൻ ട്വിൻ ഫ്ലെയിം ആണെന്ന് കരുതി കാർമിക് റിലേഷൻഷിപ്പിൽ ആ ഒരു ലൂപ്പിൽ പെട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ വേണ്ടിയിട്ടുള്ളൊരു ഐ ഓപ്പണിങ് വേണ്ടി പറയുകയാണ്, ശ്രദ്ധിക്കുക. ട്വിൻ ഫ്ലെയിം കൺഫർമേഷൻ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ കൺഫർമേഷൻ എടുത്തു കൊടുത്തത് 1-2 പേര് മാത്രമാണ് റിയൽ ട്വിൻ ഫ്ലെയിംസ് എനർജി ഫീൽ ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം കാർമിക് നാർസിസത്തിൽ അവർ മുങ്ങിപ്പോയേക്കണം. അവർ റിലേഷൻഷിപ്പ് ലൈക്ക് ട്വിൻ ഫ്ലെയിം ആണെന്ന് കരുതി. അപ്പോൾ നിങ്ങൾ വെറുതെ ലൈഫ് കൊണ്ട് സ്പോയിൽ ചെയ്യരുത്. യു ഷുഡ് കൺഫേം. അവരെ കൺഫേം ചെയ്ത മെയിൻ നിങ്ങൾ സ്പിരിച്വലി മാറുന്നുണ്ടായിരിക്കും. നിങ്ങൾ നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങുന്നുണ്ടായിരിക്കും. ഭയങ്കരമായിട്ട് നിങ്ങളുടെ പഴയ ലോകം പൊട്ടിപ്പൊളിഞ്ഞ് പോവുകയാണ് ചെയ്യുക. ഓക്കെ, അല്ലാതെ നിങ്ങൾ DMും ഞാനും തമ്മിൽ സിമിലാരിറ്റീസ് അല്ല. അത് ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ഇല്ലാതിരിക്കും. അതിലല്ല, സ്പിരിച്വൽ എനർജി നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഭയങ്കരമായിട്ട് ഉള്ളിലൊരു കുണ്ടലിനി എവേക്കണിങ് സംഭവിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബോട്ടം നോക്കാം. ഓക്കെ, ഫോർഗീവ്നെസ്. ഇപ്പോൾ ഇതാണ് ഈ ഒരു മെയിൻ കാര്യമാണ് എപ്പോഴും പറയുന്നത് റീഡിങ്സിൽ. നമുക്ക് കാർഡ്സൊക്കെ ഒന്ന് മിറർ സെൽഫ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് കിട്ടിയ കാർഡ് എന്താ? ട്രാവലിംഗ് ആൻഡ് ഡേറ്റിംഗ്, ഗെറ്റ് ടു നോ ഈച്ച് അതർ. ശരിക്കും ഇനിയും നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾ 2 പേരും അറിയാനുണ്ട്. എക്സ്പ്രസ്സിലോ കുറേ പേർ നിങ്ങളുടെ ഫീലിങ്സ് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഈഗോ നിങ്ങളുടെ പോവുമല്ലോ എന്ന് കരുതിയിട്ട്. ഫോർഗീവ്നെസ് മെഡിറ്റേഷൻ ചെയ്യാനും പറയുന്നുണ്ട്. അവരോട് ഫോർഗീവ് ചെയ്യാനും പറയുന്നുണ്ട് കേട്ടോ. കാർഡ്സ് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു.
വന്ന കാഴ്ച ഞാൻ പറഞ്ഞുതരാം. ട്രാവലിംഗ് ആൻഡ് ഡേറ്റിംഗ്. കുറേ പേരെ പാർട്ട്ണർ വലിയ ഡിസ്റ്റൻറ്റ് റിലേഷൻഷിപ്പ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങളൊന്ന് ട്രാവൽ ചെയ്യാനും ദേ ആർ വെരി ഇൻട്രസ്റ്റഡ് ഇൻ ഡേറ്റിംഗ് വിത്ത് യു. കാരണം എന്തിനാണ്, നിങ്ങളെ ഇനിയും കൂടുതൽ അറിയാനുണ്ട്. ഗെറ്റ് നോ ഈച്ച് അതർ. ഇവരെവിടെ ഇരിക്കുന്നത് നോക്കിയാൽ എർത്തിൻ്റെ സ്പേസ് അല്ലെങ്കിൽ ഒരു പ്ലാനറ്റിൽ ഇരുന്നിട്ട് ആണ് ഭൂമിയെ നോക്കുന്നത്. അത് പിന്നെ അത്രയും നിങ്ങൾ കുറേ ആസ്ട്രലി ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കും. 5D മെസ്സേജസ് നന്നായിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. ഈ 5D മെസ്സേജസ് ആണ് എനിക്ക് മെസ്സേജസ് വരാറുണ്ട്. ഞാൻ ഈ നമ്പർ കണ്ടു, അതിൻ്റെ മീനിങ് എന്താ? ഞാൻ ഈ ബട്ടർഫ്ലൈനെ കണ്ടു, അതിൻ്റെ മീനിങ് എന്താ? ഞാൻ പെയറായിട്ട് എനിമൽസിനെ കണ്ടു, അതിൻ്റെ മീനിങ് എന്താ? അങ്ങനെ കോമൺ ആയിട്ട് മീനിങ് പറയാൻ പറ്റില്ല. നിങ്ങൾ ഏത് സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്, ഏത് സിറ്റുവേഷനിലൂടെ ആണോ കടന്നു പോകുന്നത്, അതിൻ്റെ മീനിങ് ആണ് തരുന്നത്. പെയറിൽ വരുമ്പോൾ ഒന്നുകൂടി പറയുന്നത് സ്റ്റെബിലിറ്റി കൊണ്ടുവരും, സ്റ്റെബിലിറ്റി പോകുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പാർട്ട്ണറുമായിട്ട് ഒന്നുകൂടി കോംപ്രമൈസ് ഒക്കെ ചെയ്ത് ഒന്നുകൂടി ഗെറ്റ് നോ ഈച്ച് അതർ പോലെ മനസ്സിലാക്കി പോകുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ട്വിൻ ഫ്ലെയിംസ് ഒക്കെ ആണെങ്കിൽ റീയൂണിയൻ ആയിട്ട് കാണാം. എനിക്ക് ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേർണി വന്നപ്പോഴാണ് കൂടുതലും എന്ത് കിട്ടുമ്പോഴും എനിക്ക് പെയറായിട്ടാണ് കിട്ടുക. ഇപ്പോൾ ഞാനൊരു കുക്കുവട കഴിച്ചപ്പോൾ എനിക്കൊരു പെയറായിട്ടാണ് വന്നത്. ഞാനതിന് എടുത്തപ്പോൾ എനിക്ക് പെയറായിട്ടാണ് വന്നത്. അപ്പം എനിക്ക് പഴമൊക്കെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുമ്പോഴും പെയറായിട്ടായിരിക്കും. ഇല്ലെങ്കിൽ ഷോപ്പിൽ പോയിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ നമ്പർ വരെ 123 എസൻഷ്യൻ കോഡ്, അല്ലെങ്കിൽ 144, അല്ലെങ്കിൽ 111, അല്ലെങ്കിൽ 555. ഇനി എന്താ പറയുക, മെസ്സേജസ് ഫോണിൽ വന്നപ്പോഴും ഇങ്ങനെയായിരുന്നു. അപ്പോൾ അതൊരു ശരിക്കും കൺഫർമേഷനാണ്. നമ്മൾ ചില സമയത്ത് നമ്മൾ വിചാരിക്കും, കാരണം സിറ്റുവേഷൻസ് അത്രയും ചലഞ്ചസ് ആകുമ്പോൾ വിചാരിക്കും ഞാൻ ഈ ജേർണിയിലല്ല, മേ ബി ഞാൻ മായാലോകത്തായിരിക്കാം, എനിക്ക് തോന്നുന്നതായിരിക്കാം എന്ന് പറഞ്ഞ് കടന്നു പോകുമ്പോൾ യൂണിവേഴ്സ് പറഞ്ഞല്ല, നിൻ്റെ വലിയ സോൾ പർപ്പസ് ഞാൻ തരാൻ പോകുന്നുണ്ട്, അതിന് വേണ്ടി നിന്നെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. എന്ത് സിറ്റുവേഷൻസ് വന്നാലും അതിൻ്റെ തേർഡ് പേഴ്സണായി നിന്നുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സിറ്റുവേഷൻസ് വലിയൊരു ബിഗ് ആയിട്ടുള്ള നഷ്ടം വന്നു, ഒരു ബിസിനസ് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നല്ല രീതിയിലുള്ള ബിസിനസ് ആയിരിക്കില്ല ചെയ്യുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് നിങ്ങൾ ആ സോൾ പർപ്പസിന് ആയിട്ട് പോകേണ്ടതല്ല. മനസ്സിലായോ? ഫ്രണ്ട്സ് അങ്ങനെയും കണ്ടിട്ട് ചെയ്തതായിരിക്കാം. കോപ്പി മെക്കാനിസം ആണ് കൂടുതലും ഈ ഒരു സമയത്ത് കാണുന്നത്. കോപ്പി മെക്കാനിസം ചെയ്യരുത്. 2 വഴിയുണ്ടെങ്കിൽ എല്ലാവരും റൈറ്റിലൂടെയാണ് പോകുന്നത്, നമ്മളും റൈറ്റിലൂടെ അല്ല പോകേണ്ടത്. നമുക്ക് റൈറ്റിലൂടെ പോകാനുള്ള കാര്യങ്ങളാണെങ്കിൽ റൈറ്റിൽ പോകാം, അല്ലെങ്കിൽ ലെഫ്റ്റ് ചൂസ് ചെയ്യാം. എല്ലാവരും പോകുന്ന പാതയിലൂടെ പോകരുത്. കാരണം ഓരോരുത്തർക്കും ഓരോ പാതകളാണ്. ആ പാതയിലൂടെ തന്നെ പോയാലാണ് നിങ്ങളുടെ സോൾ പർപ്പസിലേക്ക് എത്തുള്ളൂ. ഒരു ഗെയിം പോലെയാണ്. അല്ലെങ്കിൽ വഴികൾ തെറ്റുമ്പോഴാണ് ഈ പ്രശ്നങ്ങളും ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് കടക്കാം. സപ്പോർട്ട്, സ്റ്റെബിലിറ്റി, മിറർ സെൽഫ്. യെസ്, കുറേ പേര് മിററിങ് ആണ്. അതാണ് മിറർ നമ്പേഴ്സ് കാണുന്നത്. 1 11 11 10 01 1221. അതൊക്കെ മിററിങ് ആണ്. അതിനർത്ഥം 2 പേരും മിററിങ് ആണ്. ഇപ്പോൾ നിങ്ങളിവിടെ ഒരു ചീറ്റിംഗ് അനുഭവിച്ചിട്ട് പോകുന്നുണ്ടെങ്കിൽ അവിടെയും ആ ഒരു ചീറ്റിങ്ങിൻ്റെ എനർജി അവരും കടന്നു പോകുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ കടന്നു പോകുന്നുണ്ടായിരിക്കാം. ഒരു മിററിങ് ആണ്, മിറർ സെൽഫ്. ഫോർഗിവ്നെസ് തന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിറർ ടെക്നിക്സ് ഉണ്ട്. മിറർ ടെക്നിക്സ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കുറച്ച് മാസങ്ങൾക്ക് മുന്നേ മിറർ എക്സസൈസ് ചെയ്തിട്ടുണ്ട്. അത് ഡെഫിനറ്റായിട്ട് നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ്. മിറർ എക്സസൈസ് ചെയ്തിട്ട് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ട്രോമ ഹീൽ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. കുഞ്ഞു കാര്യങ്ങളായിരിക്കും അത് ഹീൽ ചെയ്യുക. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ആണെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ മാറ്റാൻ പറ്റും. ശരിക്കും അത് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പ്രോപ്പറായിട്ടായിരിക്കില്ല. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടാവില്ല. ഓക്കെ, അതൊക്കെ പ്രോബ്ലംസ് ആയിട്ട് വരും. അപ്പോൾ ഇതിൽ പറയുന്നത് നിങ്ങൾ കറൻറ്റ് ഫീലിങ്സിൽ എക്സ്പ്രസ് യുവർ ലവ്. ഇനി നിങ്ങൾ പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരുമ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് പറയുക. അവർ അത് ആക്സെപ്റ്റ് ചെയ്യാതിരിക്കും. ഇറ്റ്സ് ദെയർ വിഷ്. നമ്മൾ എപ്പോഴും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം. എക്സ്പ്രസ് യുവർ ലവ്, അതൊന്നും സപ്രസ് ചെയ്ത് വെക്കേണ്ട. സപ്പോർട്ട്, സ്റ്റെബിലിറ്റി, മിറർ സെൽഫ്, ഫോർഗിവ്നെസ്. സപ്പോർട്ട്, അവർക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സപ്പോർട്ട് സിസ്റ്റം, അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് സിസ്റ്റം നിങ്ങളായിരുന്നു. അങ്ങനെ സപ്പോർട്ട് സിസ്റ്റം വേറെ ആരും ആ ഒരു പ്ലേസ് എടുക്കാൻ ഇതുവരെ വന്നിട്ടില്ല. സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല. നിങ്ങൾ റിലേഷൻഷിപ്പിൽ എപ്പോഴും ഫൈറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരാൾ ലോങ് ഡിസ്റ്റൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരാൾ പറയുന്നു, അങ്ങനെ പല സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇനി സ്റ്റെബിലിറ്റി തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ കോമറ്റ്സ് എപ്പോഴും വരിക കുറേ കൊല്ലങ്ങൾ കൂടുമ്പോഴാണല്ലേ. അതുപോലെ ഒരു വൺസിൻ്റെ ബ്ലൂ മൂണൊക്കെ ആയിരിക്കും നിങ്ങൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ സ്റ്റെബിലിറ്റി വരണം, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരണം, കൂടുതൽ നിങ്ങളെ അറിയണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. എക്സ്പ്രസ് യുവർ ലവ്. നിങ്ങളുടെ സ്നേഹം നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക, അവരുടെ സ്നേഹം അവർ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണല്ലോ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ബന്ധം സ്മൂത്തായിട്ട് പോകുന്നത്. ആൻഡ് ഫോർഗിവ്നെസ്. നിങ്ങൾ നന്നായിട്ട് ഫോർഗീവ് ചെയ്യുക. നിങ്ങൾ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ചീറ്റിങ് അങ്ങനെ എന്തെങ്കിലും നുണ പറയുകയോ പറ്റിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഫോർഗിവ്നെസ് കൊടുക്കുക. ഫോർഗിവ്നെസ് മെഡിറ്റേഷൻസ് എൻ്റെ ചാനലിലുണ്ട്. ഓക്കെ, എനിക്കൊന്ന് കുറച്ചുകൂടി കാണിച്ചെടുക്കാം. മാരേജ്. അവർ മേ ബി മാരീഡ് ആയിരിക്കാം, ഒരു സോൾ കോൺട്രാക്റ്റിൻ്റെ ബേസിൽ മാരേജ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങളെ മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു നിമിഷം.
അൺകണ്ടീഷണൽ ലവ്, അവർക്ക് നിങ്ങളോട് ഭയങ്കര അൺകണ്ടീഷണൽ ലവ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അവർ അൺകണ്ടീഷണൽ ലവ് പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളും പഠിച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു ജേണിയിൽ നിന്ന് പഠിക്കുന്നത്. ട്വിൻ ഫ്ലെയിം ജേണി ആണെങ്കിൽ അവർ പഠിപ്പിക്കുന്ന 2 കാര്യങ്ങളാണ്. സെൽഫ് ലവ്, നിങ്ങളോട് അവർ പഠിപ്പിക്കുന്നത് സെൽഫ് ലവ് ആണ്, നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ടത് അൺകണ്ടീഷണൽ ലവ് ആണ്. അതാണ് അവരും പഠിക്കുന്നത്, അൺകണ്ടീഷണൽ ലവ്. നിങ്ങൾ സെൽഫ് ലവ് പഠിക്കുന്നു, അവർ അൺകണ്ടീഷണൽ പഠിക്കുന്നു. അപ്പോൾ 2 പേര് പഠിക്കുന്ന മെയിൻ കാര്യം എന്താണ്? സെൽഫ് ലവ് ആൻഡ് അൺകണ്ടീഷണൽ ലവ്. അതാണ് മെയിനായിട്ട് വേണ്ടത്, ബേസ്. ഹെൽത്തി സെക്ഷുവാലിറ്റി, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ട്. ഫിസിക്കൽ പ്ലഷർ, അട്രാക്ഷൻസ് ഒക്കെ അവർക്ക് തോന്നുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതുവരെ മെസ്സേജസോ കമ്മ്യൂണിക്കേഷൻസോ വന്നിട്ടില്ലെങ്കിൽ സൂൺ യു വിൽ റിസീവ്. ഇതിലൊരു മെസ്സേജ് കണ്ട ഒരു പേഴ്സൺ മേ ബി അവർ വളരെ വിഷമത്തിലൂടെ ആയിരിക്കും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, എനിക്ക് മെസ്സേജ് ഒന്നും വരാൻ പോകുന്നില്ല. അങ്ങനെ നിങ്ങൾ വൈബ്രേഷൻസ് കൊടുക്കുമ്പോൾ അവർ ഫോൺ എടുത്ത് മെസ്സേജ് ചെയ്യാൻ നിൽക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ വൈബ്രേഷൻസ് സെൻഡ് ചെയ്യുമ്പോൾ അവർ പിന്നെ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് പോകും. അപ്പോൾ ചിലർ പറയാറുണ്ട് മെസ്സേജ് ഇങ്ങനെ ഓൺലൈനിൽ വന്നു പിന്നെ ബ്ലോക്ക് ചെയ്ത് പോകും. എന്തുകൊണ്ട് അവർ ബ്ലോക്ക് ചെയ്ത് പോകുന്നത്? കാരണം നമ്മുടെ ഉള്ളിലത്തെ കുറച്ച് ചിന്തകളാണ് പോകുന്നത്. അവരിഞ്ഞ് വരുമോ, അവരിഞ്ഞ് വേറെ റിലേഷൻഷിപ്പിൽ പോവുമോ, അങ്ങനെയൊക്കെ കുറേ എനർജി സെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് വരാനേ തോന്നില്ല. എനർജീസ് പോയിട്ട് അവിടെ ഹിറ്റ് ചെയ്യും. എനർജീസ് നമ്മൾ ചിന്തിക്കുന്നതൊക്കെ എനർജിയാണ്. അപ്പോൾ നല്ല രീതിയിൽ ചിന്തിക്കുക, എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ മിറാക്കിൾസ് വിൽ എക്സ്പെക്റ്റ് എ മിറാക്കിൾ എന്നൊരു കാർഡുണ്ട് ഈ ഒരു ഇതിൽ. എന്ത് മിറാക്കിൾ വേണമെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യാം. സോ കമ്മ്യൂണിക്കേഷൻസ് വരാൻ വളരെ ചാൻസ് ഉണ്ട്. മെയിലായിട്ടോ ലെറ്ററായിട്ടോ അല്ലെങ്കിൽ എന്താണ് വാട്സപ്പായിട്ടോ, ചിലപ്പോൾ അവരെ ലെറ്റർ അയക്കുന്നതാണെങ്കിലോ ഒരു ലവ് ലെറ്റർ മേ ബി വാട്സപ്പിൽ അയക്കാനുള്ള ചാൻസസ് ഉണ്ട്. ചിലവർക്കൊക്കെ ചാൻസസ് ഉണ്ടായിരിക്കാം. അതാണ് ലെറ്റർ ബോക്സ് പോലെ വന്നിട്ടുള്ളത്. അടുത്ത കാർഡ് ലിവ് ഇൻ ദ മൊമെൻറ്റ്. ഇപ്പോൾ അവർ പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. പണ്ട് അവർ പാസ്റ്റിലും ഫ്യൂച്ചറിലായിരുന്നു, ഇപ്പോൾ ഈ മൊമെൻറ്റാണ് അവർക്കുള്ളത് എന്നുള്ള ബോധ്യം അവരുടെ ലൈഫ് അവർ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ലിവ് ഇൻ ദ മൊമെൻറ്റ്. ട്രൂ ലവിനെ ആയിരുന്നു കേട്ടോ. ട്വിൻ ഫ്ലെയിം റെക്കഗ്നീഷൻ, എനിക്ക് തോന്നുന്നു ട്വിൻ ഫ്ലെയിമിൻ്റെ കാർഡ് കുറച്ചധികം വരുന്നുണ്ട്. ട്വിൻ ഫ്ലെയിം റെക്കഗ്നൈസ്ഡ് ആയിട്ടുണ്ട്. കുറേ നാളായിട്ട് നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും നമ്മൾ ട്വിൻ ഫ്ലെയിംസ് ആണ്, ട്വിൻ സോൾസ് ആണ്, അപ്പോൾ സമ്മതിക്കുന്നില്ല. അവർ പറയുന്നത് നിനക്ക് വട്ടാണെന്ന് പറയുന്നുണ്ടായിരിക്കും. മേ ബി ഇപ്പോൾ അവർക്ക് ട്വിൻ ഫ്ലെയിമിൻ്റെ കാര്യങ്ങൾ അവർക്കും യൂട്യൂബായിട്ടും ചാനലായിട്ടും നമ്പറിങ് ആയിട്ടൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് സം കൈൻഡ് ഓഫ് ഒരു ഡിഫറെൻറ്റ് റിലേഷൻഷിപ്പ് ആണെന്ന് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ട്വിൻ ഫ്ലെയിം റെക്കഗ്നീഷൻ, അവർക്ക് ആ ഒരു സോൾ ഇത് മനസ്സിലാവുന്നുണ്ട്. യെസ്, അഗെയിൻ ട്വിൻ ഫ്ലെയിം ടെലിപ്പതി മെസ്സേജസ് വരുന്നുണ്ട്. അതാണ് എനിക്ക് ഇന്നലെ വന്നൊരു മെസ്സേജസ്. ഞാൻ കണ്ട ഒരു ഡ്രീം അങ്ങനെയായിരുന്നു. ഒരു റീയൂണിയൻ ആയിട്ട് തന്നെ എടുക്കാം. പുതിയൊരു ന്യൂ ബോൺ ബേബി ഉണ്ടാവുന്നതും ആ ഒരു മെസ്സേജസും, അതുപോലെ അത് മേ ബി നമ്മുടെ ഒരു ഡിവൈൻ ചൈൽഡ് ആയിരിക്കാം. ഈ ട്വിൻ ഫ്ലെയിംസ് 2 പേരും ഹീൽഡ് ആയിട്ട് അവർക്കൊരു ബേബി ഉണ്ടാകുമ്പോൾ ഭയങ്കര ഡിവൈൻ ചൈൽഡ് ആയിരിക്കും. അവർക്ക് ഡിവിനിറ്റി കൂടിയ ഒരു ദൈവികമായിട്ടുള്ളൊരു കുട്ടിയായിരിക്കും ജനിക്കുക. കാരണം അവർ കംപ്ലീറ്റ്ലി ഹീൽഡാണ്. നമ്മൾ കംപ്ലീറ്റ്ലി ഹീൽഡ് ആവാത്തത് കൊണ്ടാണ് നമുക്ക് ചിലവർക്ക് വരുന്ന കുട്ടികൾക്ക് ജനറ്റിക്കലായിട്ടുള്ള പ്രോബ്ലംസ്. കാരണം അവർ 2 പേരും അൺഹീൽഡ് ആയിരിക്കും. അപ്പോൾ ട്വിൻ ഫ്ലെയിം ടെലിപ്പതി വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്വിൻ ഫ്ലെയിം ടെലിപ്പതി അയക്കാം. ടെലിപ്പതി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ അറിയുമോ? ഈസിയാണ്. നമുക്ക് മെഡിറ്റേഷനിൽ ഇരിക്കുക, അവരുടെ ഫ്രണ്ടിൽ കൊണ്ടുവരിക, അവർ തേർഡ് ഐയിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് മെസ്സേജസ് പറയാം. ഓക്കെ, ഞാനത് ഡിസ്റ്റൻറ്റ് ഹീലിങ്ങിന് വരുമ്പോൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാറുണ്ട്. ട്വിൻ ഫ്ലെയിം ടെലിപ്പതി നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. അവർക്ക് ആ മെസ്സേജസ് പെട്ടെന്ന് റിസീവ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പറയുന്നത്. ഇനി ഞാൻ കുറച്ച് എഴുതി വെച്ച കുറച്ച് ഇതുണ്ട്, മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഒരു കാർഡ് വീണിട്ടുണ്ട് കേട്ടോ, ഒന്നുകൂടി എടുക്കാം. 2-3 മെസ്സേജസ്, 3, 4, ഓക്കെ 5 മെസ്സേജസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം കേട്ടോ. ഐ മിസ് യു സോ മച്ച്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അവർ നിങ്ങളെ. ഓക്കെ, ഐ നീഡ് യു സെക്ഷുവലി. യെസ്, ഹെൽത്തി സെക്ഷുവാലിറ്റിയുടെ കാർഡ് വന്നിട്ടുണ്ട് അല്ലേ. ഒരു സെക്ഷുവൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കൈൻഡ് ഓഫ് അവർ അത്രയും ഫ്രസ്ട്രേഷനിലായിരിക്കാം. ഫയർ സൈൻസ്, മേ ബി ഏരീസ്, ലിയോ, സജിറ്റേറിയസ് ആയിരിക്കും ഇത് കാണുന്നവർ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഫയർ സൈൻ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഐ എം നോട്ട് റെഡി റൈറ്റ് നൗ ബട്ട് ഐ വാണ്ടഡ് ടു ലിവ് വിത്ത് യു. അവരിപ്പോൾ റെഡി അല്ല, പക്ഷെ അവർക്ക് നിങ്ങൾ കൂടെ ജീവിക്കണമെന്നാണ് ആഗ്രഹം. 2 മെസ്സേജസും കൂടി ഉണ്ട്. യു ആർ മൈ ഏഞ്ചൽ. നിങ്ങളാണ് എൻ്റെ ഏഞ്ചൽ എന്ന് പറയുന്നുണ്ട്. യു ആർ മൈ ഏഞ്ചൽ ഇൻ ദ സ്കൈ. ആ സോങ് പെട്ടെന്ന് ഓർമ്മ വന്നു. ഐ നീഡ് യു റൈറ്റ് നൗ. യെസ്, അവർക്ക് നിങ്ങളെ ഇപ്പോൾ ദ മൊമെൻറ്റ്, ലിവ് ഇൻ ദ മൊമെൻറ്റ് എന്ന് പറയുന്ന പോലെ ഈ മൊമെൻറ്റിൽ നിങ്ങളെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട്. ബിക്കോസ് അവരത്രയും ഒരു സോളിറ്റ്യൂഡിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ആ ഒരു പ്രസൻസ്. അതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഭയങ്കര കണ്ടുവച്ചിട്ടുള്ള ചീട്ടുകൊട്ടാരങ്ങൾ വീണുമല്ലോ. ഒരു കാർഡ് കൊണ്ട് എടുക്കാം. യെസ്, കെമിസ്ട്രി. കണ്ടോ, 3 പ്രാവശ്യം ഈ കെമിസ്ട്രി പറയുന്നത്. ഫിസിക്കലായിട്ടുള്ളൊരു അത് മേ ബി ഒരു ഫിസിക്കൽ സാറ്റിസ്ഫിക്കേഷൻസ് അവർക്ക് വേറെ എവിടെ നിന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അതെത്ര അത് തേടിപ്പോയിട്ടുണ്ടെങ്കിലും. യെസ്, സെൽഫ് ലവ്.
ആൻസേഴ്സ് അറൈവ്. നിങ്ങളുടെ മനസ്സിൽ കുറേ ചോദ്യങ്ങളുണ്ടെങ്കിൽ, കുറേ പേർക്ക് കുറേ ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ചിലപ്പോൾ ഒരു ക്ലോഷർ തരാതെ പോയ റിലേഷൻഷിപ്പ് ആയിരിക്കും, പെട്ടെന്ന് സെപ്പറേറ്റഡ് ആയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല. പക്ഷെ നിങ്ങൾ അതിന് പിന്നാലെ ചോദിച്ച് പോകണ്ട. ജസ്റ്റ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ അറിയേണ്ട സമയത്ത് അറിഞ്ഞോളും. ഈ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ എനിക്ക് എക്സ്പീരിയൻസ് ആയ കാര്യം പറയാം. കുറേ കാര്യങ്ങൾ അതിന് പിന്നാലെ ചെകഞ്ഞ് പോയാൽ നമുക്ക് കിട്ടില്ല. പക്ഷേ DM-ൻ്റെ സൈഡിൽ, കാർമിക്കിൻ്റെ സൈഡിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ എന്നിലേക്ക് മെസ്സേജസ് എനിക്ക് അയച്ചു തരാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ ചോദിച്ചിട്ടുമല്ല, ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുമല്ല. അതിനർത്ഥം നമ്മൾ അറിയേണ്ട സമയത്ത്, ഡിവൈൻ ടൈമിങ്ങിൽ അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട സമയത്ത് അറിയും. നിങ്ങളത് അറിയുന്നില്ലെങ്കിൽ നിങ്ങളപ്പോൾ അറിയാനുള്ളതല്ല, അത്ര മതി. അതാണ് അത്. ശരിക്കും ഈ ഒരു ജേർണിയിലൂടെ ഹീൽ ചെയ്തൊക്കെ വരുമ്പോൾ നമ്മൾ ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തും. നമുക്ക് ഒന്നിനോടും പിടിവാശി ഉണ്ടായിരിക്കില്ല. അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. അതിപ്പോൾ അറിയേണ്ടതായിരിക്കില്ല. ഇപ്പോൾ DM എന്തെങ്കിലും പറയാൻ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയും, പിന്നെ പറയാമെന്ന് പറയും. ഓക്കെ, അതായിരിക്കാം. നമ്മൾ പണ്ടത്തെ എനർജി ആണെങ്കിൽ അതെന്താ ഉറക്കമുണ്ടാവില്ല. പക്ഷേ നമ്മൾ ഹീൽ ചെയ്ത് ഇന്നോവൊക്കെ ചെയ്ത് വരുന്ന ഒരു DF ആണെങ്കിൽ, അതാ റിയൽ DF ആണെങ്കിൽ അറിയേണ്ടത് അറിഞ്ഞാൽ മതി. അപ്പം നമ്മൾ ചിന്തിക്കാവും, അത്രയും നമ്മളെ ബ്രെയിനിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത കാര്യമാണ്, നല്ലതല്ലേ അവർ ചെയ്തത്. എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡാണ് സെൻഡ് ചെയ്യുക. അതാ പറയുന്നത്. ഡിവൈൻ ടൈമിംഗ് ഉണ്ട്, പ്ലസ് ഡിവൈൻ നമ്മുടെ ഇന്നർ വർക്കും. അതാണ് ശരിക്കും ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയെ മാറ്റിമറിക്കുന്ന സംഭവം. ഓക്കെ, ഇന്നർ വർക്കിൻ്റെ പ്ലേലിസ്റ്റൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ ചെയ്യാം, ഫോളോ ചെയ്യാം. എല്ലാവർക്കും ഇന്നർ വർക്ക് ചെയ്യാം. ട്വിൻ ഫ്ലെയിംസ് ആണെങ്കിൽ അല്ലെങ്കിൽ എല്ലാവർക്കും ട്രോമയുണ്ട്. ആ ട്രോമ ഹീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ട്രോമ ഹീൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫാമിലി ലൈഫും കരിയർ ലൈഫും ഫിനാൻഷ്യൽ ലൈഫും ഹെൽത്ത് ഒക്കെ ഇമ്പ്രൂവ് ആവുകയാണ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് റീഡിങ്സ്, പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഫോർഗിവ്നെസ് മെഡിറ്റേഷൻ എന്തായാലും ചെയ്യണം കേട്ടോ. അത് കുറേ പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന മെസ്സേജസ് ആണ്. നിങ്ങൾ ഫോർഗിവ്നെസ് മെഡിറ്റേഷൻസ് ചെയ്യൂ. അതിന് വേണ്ടിയിട്ടാണ് ഒരു ഫോർഗിവ്നെസ് മെഡിറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഗൈഡഡ് മെഡിറ്റേഷൻസ് ഒന്നും ചാനലിൽ പുതിയതൊന്നും പോസ്റ്റ് ചെയ്യില്ല. കാരണം അത് വേണ്ടവർക്ക് ഞാൻ ഇൻഡിവിജ്വലി മെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം. അപ്പോൾ ഉള്ള മെസ്സേജസും DF ബാലൻസിങ്, ഫോർഗിവ്നെസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. കർമ്മ ക്ലിയറിങ്ങിൻ്റെ മെഡിറ്റേഷൻസ് വരെ ഞാൻ ഗൈഡഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അത് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് നല്ല ചേഞ്ചസ് വരാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ ടാരോ പേഴ്സണൽ റീഡിങ്ങിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ചോദിക്കുക, ഇന്ന് സ്ലോട്ട് ഉണ്ടോ എന്ന് ചോദിക്കാം. സ്ലോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് റീഡിങ്സ് കിട്ടും. ഇല്ലെങ്കിൽ 2 days ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കാം. സ്ലോട്ട്സ് വളരെ കുറേ ബുക്കിങ്സ് ഉള്ളതുകൊണ്ട്. പിന്നെ ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ഉണ്ട്. എന്ത് ഇഷ്യൂ വേണമെങ്കിലും ഹീൽ ചെയ്യാൻ പറ്റും. 7 days ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ആണ്. അതിന് ചാർജ് ചെയ്യുന്നത് ഞാൻ 2222 ആണ്. കാരണം 7 ദിവസത്തെ ഹീലിങ്സ് ഉണ്ട്. ടാരോ കോഴ്സ് ഉണ്ട്, 3333 ആണ്. ഒരു നിയർലി 41 days ക്ലാസ്സസ് ആയിരിക്കും. അതിൽ 10 days പ്രാക്ടീസ് സെഷൻസ് ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നത് നിങ്ങളെ കൊണ്ട് പ്രിപ്പയർ ചെയ്യിപ്പിക്കും. പിന്നെ എന്താണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ്, അതുപോലെ ട്വിൻ ഫ്ലെയിം റിലേറ്റഡ് ആയിട്ടുള്ള ഹീലിങ്സ് ആവശ്യമുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബിക്കോസ് എൻ്റെ ഒരു 3-4 years ആ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഇന്നർ വർക്കൊക്കെ ചെയ്ത് ഒരു സോൾ പർപ്പസ് ഒക്കെ ചെയ്ത് പോകുന്ന ഒരു സ്റ്റാർ സീഡ് ഡിവൈൻ ഫെമിനിൻ ആണ് കേട്ടോ. ട്വിൻ ഫ്ലെയിം ആണ്. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന ഇൻഫോർമേഷൻസ് വളരെ അക്യുറേറ്റ് ആയിരിക്കും. കാരണം ഈ സ്റ്റേജിലൂടെ ഒക്കെ കടന്നു പോയ വ്യക്തി ആയതുകൊണ്ട് എല്ലാവരുടെയും ആ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും. ഓക്കെ, അത് അങ്ങനെ ഒരു ടാരോ റീഡറാണ്, മനസ്സിലായോ? ഞാൻ അങ്ങനെ ബാക്കിയുള്ളവർ അങ്ങനെ അല്ല എന്നല്ല പറയണേ. ഞാൻ ഒരു ഇന്നർ വർക്കൊക്കെ ചെയ്ത് വന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് നല്ല രീതിയിൽ നോളജസ് ഉണ്ട്, എക്സ്പീരിയൻസസും ഉണ്ട്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണല്ലോ. പെട്ടെന്ന് വ്യക്തമായിട്ട് ഒരു പ്രശ്നം പറയുമ്പോൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് മറന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാരണം ഞാനൊന്ന് വരുന്ന സമയത്ത് ആരും ഇങ്ങനെ ഗൈഡ് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് ഡിവൈൻ്റെ ഗൈഡൻസോട് പെയിനിലൂടെ തന്നെയാണ് കടന്നു വന്നത്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യാനും ഗൈഡൻസസ് പ്രോപ്പറായിട്ട് കൊടുക്കാനും സാധിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് റീഡിങ്സ് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ജസ്റ്റ് ദയവ് ചെയ്ത് വിളിക്കരുത്, മെസ്സേജ് ചെയ്യുക കേട്ടോ. ആൻഡ് റീഡിങ്സ് വിൽ ബി അക്യുറേറ്റ് ആൻഡ് വർത്ത് ആയിരിക്കും. ഓക്കെ, കാരണം ഒരു ഇന്നർ വർക്ക് ചെയ്ത ഒരു ഡിവൈൻ ഫെമിനിൻ ആയതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മെസ്സേജ് അയച്ച് വരുമ്പോൾ പോലും നിങ്ങൾക്ക് ആ ഒരു ഹീലിങ്ങിൻ്റെ എനർജി വരും. നമ്മൾ എനർജിയിലേക്ക് ടാപ്പ് ചെയ്യുമ്പോൾ, ഒരു ഹീലറിൻ്റെ എനർജിക്ക് ടാപ്പ് ചെയ്യുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ വരുന്ന ആൾക്കാർക്കും ആ ഒരു ഗൈഡൻസസും ഹീലിങ്സും കിട്ടാറുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ റീഡിങ് എടുക്കുക, ചുമ്മാ മെസ്സേജ് പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എനർജി വരും. നിങ്ങളുടെ ലൈഫിൽ ആ ക്ലൻസിങ് നടക്കുന്നുണ്ടായിരിക്കും. എന്നെ ഒരു ക്ലൈൻ്റ് ഇടയ്ക്ക് സ്വപ്നം കാണാറുണ്ടെന്ന് പറയാറുണ്ട്. അവർ വളരെ ഒരു ട്രാജഡിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് അപ്പോൾ എന്നെ സ്വപ്നം കണ്ടു എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം അവർക്ക് ആ ഹീലിംഗ് അവിടെ നടക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ നെഗറ്റീവായിട്ട് പറയുമ്പോഴും അതും നിങ്ങൾക്ക് തന്നെയാണ് എനർജീസ് വന്ന് ഹിറ്റ് ചെയ്യുക. അപ്പോൾ ദയവ് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എല്ലാവരും. ഓക്കെ, പിന്നെ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഒന്ന് അഫോർമേഷൻസ് ഒക്കെ പറഞ്ഞ് ചെയ്യാൻ അങ്ങനെ പറയാറുണ്ട്. മണി ഫ്ലോ 2 പേർക്കും കൂടാനാണ്. ഓക്കെ, സോ താങ്ക് യു.